പുതിയൊരു പ്രഭാതത്തിലേക്ക് നാം കണ്ണു തുറക്കുമ്പോൾ ചുറ്റും വെളിച്ചമാണെങ്കിലും നമ്മുടെ മനസ്സ് ഇപ്പോഴും ഇന്നലത്തെ ഇരുളടഞ്ഞ ചിന്തകളിൽ തന്നെ തളച്ചിടപ്പെട്ടിരിക്കുകയാവാം. ശരീരം കൊണ്ട് നാം ഓഫീസിലോ മറ്റേതെങ്കിലും ജോലിയിലോ വ്യാപൃതരാണെങ്കിലും നമ്മുടെ ശ്രദ്ധ എവിടെയോ ആണ്. പണ്ട് പറ്റിപ്പോയ ഏതെങ്കിലും അബദ്ധത്തെക്കുറിച്ചുള്ള കുറ്റബോധം അല്ലെങ്കിൽ വരാനിരിക്കുന്ന പരാജയത്തെക്കുറിച്ചുള്ള ആകുലത, ഇതിനിടയിൽ എവിടെയോ ആണ് നമ്മുടെ മനസ്സ്. ആരെങ്കിലും വന്ന് നീ ഇന്നാകെ തളർന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നമ്മളും അത് ശരിവയ്ക്കും. പക്ഷേ വാസ്തവത്തിൽ തളർന്നത് നമ്മുടെ ശരീരമല്ല, മറിച്ച് വിശ്രമമില്ലാതെ പായുന്ന നമ്മുടെ മനസ്സാണ്. കഴിഞ്ഞുപോയ ഇന്നലകളിലേക്കും ഇനിയും വരാനിരിക്കുന്ന നാളുകളിലേക്കും ഒരുപക്ഷെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിചിത്രമായൊരു ഭാവിയിലേക്കും നമ്മുടെ മനസ്സ് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഓവർ തിങ്കിംഗ് അഥവാ അമിത ചിന്ത എന്ന് വിളിക്കുന്നത്. ഇതൊരിക്കലും ഒരു നിസ്സാര കാര്യമല്ല. നമ്മളറിയാതെ തന്നെ നമ്മളെ വരിഞ്ഞുമുറുക്കുന്ന ഒരു അദൃശ്യ വലയാണിത്. താങ്ങാൻ കഴിയാത്ത വലിയൊരു മാനസിക ഭാരം. ചിലപ്പോഴൊക്കെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടാറില്ലേ? ഏതോ ഒരു അജ്ഞാത ഭയം നെഞ്ചിന്റെ ഒരു കോണിൽ എപ്പോഴും പതിയിരിക്കുന്നത് പോലെ. മുന്നിൽ വ്യക്തമായ ഭീഷണികളോ അപകടങ്ങളോ ഇല്ലെങ്കിൽ പോലും ഹൃദയമിടിപ്പ് കൂടുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു. ഞാൻ തോറ്റുപോകുമോ? അവർ എന്നെ ഉപേക്ഷിക്കുമോ? എനിക്ക് വിജയിക്കാൻ കഴിയില്ലേ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സ് ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ജോലിയുടെ രൂപത്തിൽ, ചിലപ്പോൾ ബന്ധങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനായി ജീവിക്കാനുള്ള ബാധ്യതയായി ഈ ഭയം നമ്മളെ വേട്ടയാടും. എന്നാൽ ഇതിലൊക്കെ വലിയൊരു പേടിയുണ്ട്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണോ എന്ന ചിന്ത. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഭയപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം വെറും നുണകളാണ്. ഭയം എന്നത് ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സ് കാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന ഒരു മിഥ്യ മാത്രമാണ്. ഈ ഭ്രമത്തെ തകർക്കാൻ നിങ്ങൾക്ക് സങ്കീർണമായ യോഗയോ വലിയ സാധനകളോ ഒന്നും വേണ്ട. ആഴത്തിലുള്ള ഒരൊറ്റ സത്യം തിരിച്ചറിഞ്ഞാൽ മതി. ആ തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഭയത്തിന്റെ വേരുകൾ അറുത്തുമാറ്റപ്പെടും. ബുദ്ധൻ ലോകത്തിന് നൽകിയ ആ വലിയ പാഠത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഭയത്തിൽ നിന്ന് നിങ്ങളെ എന്നേക്കുമായി മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉൾക്കാഴ്ച. എല്ലാ നിമിഷവും ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ച് നിങ്ങൾ മടുത്തിട്ടുണ്ടെങ്കിൽ, ഈ ഭാരം ഇനി ചുമക്കാൻ വയ്യ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണ്. ഭയത്തെ ഇല്ലാതാക്കുക എന്നത് ഒരു നിഗൂഢമായ കാര്യമല്ല എന്നാണ് ബുദ്ധൻ പഠിപ്പിക്കുന്നത്. അത് വളരെ ലളിതവും വ്യക്തവുമായ ഒരു സത്യമാണ്. ഭയത്തിൽ നിന്ന് ഓടിയൊളിക്കാതെ അതിനെ നേർക്കുനേർ കാണുക എന്നതാണ് പ്രധാനം. ഈ സംസാരത്തിലൂടെ നാം തിരിച്ചറിയാൻ പോകുന്നത് ഭയത്തിന്റെ പൊള്ളത്തരത്തെക്കുറിച്ചാണ്. നിങ്ങൾ ധൈര്യത്തോടെ അതിലേക്ക് നോക്കാൻ തുടങ്ങുന്ന നിമിഷം ആ പേടി മഞ്ഞുപോലെ ഉരുകിത്തീരും. ഇതൊരു പ്രസംഗമല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു യാത്രയാണ്. അല്പം അസ്വസ്ഥത തോന്നിയേക്കാം, പക്ഷെ മോചനം വേണമെങ്കിൽ ഈ സത്യങ്ങളെ നാം അഭിമുഖീകരിച്ചേ മതിയാകൂ. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയാമോ? ഈ നിമിഷം നമ്മുടെ മുന്നിലുള്ള ഈ സമയം മാത്രമാണ് യഥാർത്ഥ ജീവിതം. നമ്മളിൽ ഭൂരിഭാഗവും ഒന്നുകിൽ ഭൂതകാലത്തിന്റെ തടവുകാരാണ്, അല്ലെങ്കിൽ ഭാവിയുടെ ആശങ്കകളിൽ പെട്ടുപോയവരാണ്. പഴയ വേദനകളെ ഓർത്ത് സങ്കടപ്പെടുകയോ വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കണക്കുകൂട്ടുകയോ ചെയ്യുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു വലിയ കാര്യമുണ്ട്. കഴിഞ്ഞുപോയത് ഇനി ഒരിക്കലും തിരിച്ചവരില്ല. വരാനിരിക്കുന്നതാകട്ടെ ഇനിയും വന്നിട്ടുമില്ല. നമ്മുടെ കയ്യിലുള്ളത് ഈ വർത്തമാന നിമിഷം മാത്രമാണ്. ഈ നിമിഷത്തെ ആസ്വദിക്കാൻ പഠിച്ചാൽ ജീവിതം തന്നെ ഒരു ആഘോഷമായി മാറും. ഓരോ പ്രഭാതവും ഒരു പുതിയ ക്യാൻവാസ് പോലെയാണ്. അതിൽ നമ്മുടെ ജീവിതത്തിന്റെ നിറങ്ങൾ ചാലിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരമുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ആ പുതിയ ക്യാൻവാസിൽ പഴയ ഇന്നലകളുടെ പൊടിപടലങ്ങളും നാളെയെക്കുറിച്ചുള്ള വേവലാതികളും കുത്തിനിറയ്ക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഈ മനോഹരമായ ദിവസം പോലും നമുക്ക് ഭാരമായി തോന്നുന്നത്. ശരിക്കും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കല ഇന്ന് ജീവിക്കുക എന്നതാണ്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നവന്റെ മനസ്സ് ശാന്തമാകും. അവന്റെ മുഖത്ത് പ്രകാശം നിറയും. സന്തോഷം എന്നത് വലിയ നേട്ടങ്ങളിൽ മാത്രമല്ല, ഓരോ നിമിഷവും പൂർണ്ണമായി അനുഭവിക്കുന്നതിലാണെന്ന് അയാൾ തിരിച്ചറിയും. പലരും വിചാരിക്കുന്നത് വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നാൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നാണെന്നാണ്. എന്നാൽ അതല്ല സത്യം. നിങ്ങൾ എന്ത് ചെയ്താലും അത് പൂർണ്ണ മനസ്സോടെ ചെയ്യുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചി അറിഞ്ഞു കഴിക്കുക, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക, ജോലി ചെയ്യുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാണ് ശരിക്കുള്ള ജീവിതം. പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന അനീതിയാണ്. കഴിഞ്ഞുപോയത് മാറ്റാൻ ആർക്കും കഴിയില്ല. പിന്നെന്തിനാണ് വെറുതെ അത് ഓർത്തോർത്ത് ഉള്ളിലെ വെളിച്ചം കെടുത്തുന്നത്? അതുപോലെ തന്നെയാണ് ഭാവിയുടെ അമിതമായ ഉത്കണ്ഠയും. ഇനിയും വന്നിട്ടില്ലാത്ത നിമിഷങ്ങളെ ഓർത്ത് ഇന്ന് കരയുന്നത് എത്ര വിചിത്രമാണ്. ഇങ്ങനെ ഭൂതകാലത്തിലും ഭാവിയിലുമായി തങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ വിരലുകൾക്കിടയിലൂടെ ഈ മനോഹരമായ ഇന്ന് ഊർന്നു പോവുകയാണ്. നമ്മൾ വിചാരിച്ചാൽ കഴിഞ്ഞ കാലത്തെ തിരുത്താനാവില്ല, വരാനിരിക്കുന്നതിനെ പൂർണ്ണമായി നിയന്ത്രിക്കാനുമാവില്ല. ഈ സത്യം മനസാവാച ഉൾക്കൊള്ളുന്ന നിമിഷം നിങ്ങൾ സ്വതന്ത്രരാകും. ആ സ്വാതന്ത്ര്യം നൽകുന്ന സമാധാനം വാക്കുകൾക്കപ്പുറമാണ്. ജീവിതം വളരെ സങ്കീർണമാണെന്ന് പലരും പരാതിപ്പെടാറുണ്ട്. എന്നാൽ ജീവിതമല്ല,
നമ്മുടെ ചിന്തകളാണ് അതിനെ സങ്കീർണമാക്കുന്നത്. ശ്വാസമെടുക്കുന്നതിന്റെ സുഖം, വെയിലിന്റെ ചൂട്, കാറ്റിന്റെ തലോടൽ, പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരി, ഇതൊക്കെ ആസ്വദിക്കാൻ നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിൽ ഉണ്ടാവണം. ഇന്ന് ജീവിക്കുക എന്നത് ഒരു പരിശീലനമാണ്. മനസ്സ് പഴയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞുപോയി എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ഭാവിയിലേക്ക് ഓടുമ്പോൾ അത് ഇനിയും വരാനുണ്ട് എന്ന് മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കുക. പതുക്കെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്കും ചുറ്റുമുള്ള കാഴ്ചകളിലേക്കും തിരികെ കൊണ്ടുവരിക. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, വെറുതെ കഴിച്ചുകൂട്ടാനുള്ളതല്ല. എല്ലാം തികയുന്ന ഒരു ദിവസം വരുമെന്നും അന്ന് ഞാൻ സന്തോഷിക്കുമെന്നും കരുതി കാത്തിരുന്നാൽ ആ ദിവസം ഒരിക്കലും വരില്ല. കാരണം പൂർണ്ണത എന്നത് ഒരു ചിന്ത മാത്രമാണ്. സന്തോഷമെന്നത് നമ്മൾ വർത്തമാനത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ചെറിയ കാര്യങ്ങളിലെ വലിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറും. പരാതികളില്ലാത്ത നന്ദിയുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനം. ധ്യാനത്തിലൂടെയോ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതിലൂടെയോ ലളിതമായ ജീവിതശൈലിയിലൂടെയോ നമുക്ക് ഈ മാറ്റം കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും, പണ്ടത്തെ പോലെ പേടിയോ ആശങ്കയോ ഇപ്പോൾ അലട്ടുന്നില്ലെന്ന്. നാം കൂടുതൽ ചിരിക്കാൻ തുടങ്ങും, കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും, എല്ലാത്തിലുമുപരി നാം ശരിക്കും ജീവിക്കാൻ തുടങ്ങും. ഈ നിമിഷത്തെ സ്നേഹിക്കാനും അനുഭവിക്കാനും നാം പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റൊന്നിന്റെയും കുറവുണ്ടാവില്ല എന്നതാണ് പരമമായ സത്യം. നാം ശ്വസിക്കുന്ന ഈ നിമിഷം തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യം. ഇതാണ് യഥാർത്ഥ ജീവിതം. ഈ സത്യം നാം എത്ര വേഗത്തിൽ തിരിച്ചറിയുന്നുവോ അത്രയും വേഗത്തിൽ മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കിവെക്കാൻ നമുക്കാകും. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ആകുലതകളോ വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള പേടിയോ അപ്പോൾ നമ്മെ അലട്ടില്ല. ഒരു പുഴ ഒഴുകുന്നതുപോലെ ശാന്തമായി ജീവിതത്തെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ഇതാണ് ജീവിക്കാനുള്ള കല. ഇന്ന് ഈ നിമിഷം ഞാൻ ജീവിക്കാൻ പഠിക്കും എന്ന ഉറച്ച തീരുമാനം നിങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ വലിയൊരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് കാണാനാകും. മനസ്സ് കൂടുതൽ ശാന്തമാകും, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരുന്നത് ഇല്ലാതാകും. ഓരോ പുലരിയും ഒരു ഭാരമായിട്ടല്ല, മറിച്ച് പ്രകൃതി കനിഞ്ഞു നൽകുന്ന മനോഹരമായ സമ്മാനമായി നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. ജീവിതം എന്നത് മറ്റാരെയോ തോൽപ്പിക്കാനുള്ള ഒരു ഓട്ടമത്സരമല്ല, മറിച്ച് ആവോളം അനുഭവിച്ചു തീർക്കേണ്ട മനോഹരമായ ഒരു യാത്രയാണ്. ഓരോ ദിവസവും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് കരുതി ജീവിച്ചു തുടങ്ങൂ. അപ്പോൾ ഓരോ നിമിഷവും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് കാണാം. ജീവിതം അത്രമേൽ സുന്ദരമാണ്, പക്ഷേ അത് തിരിച്ചറിയാൻ നാം പലപ്പോഴും വൈകിപ്പോകുന്നു എന്നതാണ് സങ്കടം. അതുകൊണ്ട് നാളെയുടെ വരവിനായി കാത്തിരിക്കരുത്. കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മകളിൽ തളച്ചിടപ്പെടുകയും അരുത്. ഈ നിമിഷത്തെ പൂർണ്ണമായി ജീവിക്കാൻ ശീലിക്കുക. ഇതാണ് യഥാർത്ഥ ആനന്ദം, ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഒരാൾ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു വലിയ അറിവ് രൂപപ്പെടാൻ തുടങ്ങും. അത് പുസ്തകങ്ങളിൽ നിന്നോ പ്രസംഗങ്ങളിൽ നിന്നോ ലഭിക്കുന്നതല്ല, മറിച്ച് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് തെളിയുന്ന വെളിച്ചമാണ്. വീണ്ടും വീണ്ടും മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമ്പോൾ ഉള്ളിലൊരു ലാഘവം അനുഭവപ്പെടും. വർഷങ്ങളായി ചുമലിലേറ്റിയിരുന്ന വലിയൊരു ഭാരം പെട്ടെന്ന് ഇറക്കിവെച്ചതുപോലെ ഒരു സുഖം. പണ്ട് നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ അത്ര വലുതാണെന്ന് തോന്നില്ല. നിങ്ങളെ തളച്ചിരുന്ന ഭയങ്ങൾ സാവധാനം അലിഞ്ഞില്ലാതാകും. കാരണം ഭയം ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ ആണ് വസിക്കുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ കുറ്റബോധവും വരാനിരിക്കുന്ന കാര്യങ്ങളിലെ അനിശ്ചിതത്വവുമാണ് ഭയത്തിന് വിത്തിടുന്നത്. എന്നാൽ ഈ നിമിഷത്തിൽ സത്യം മാത്രമേയുള്ളൂ. ഈ നിമിഷത്തിൽ പേടിയോ ആകുലതയോ സങ്കടമോ ഇല്ല. ഇവിടെ ജീവിതം മാത്രമേയുള്ളൂ. ജീവിതത്തെ ഇങ്ങനെ അനുഭവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും, നാം കരുതിയതുപോലെ ജീവിതം അത്ര സങ്കീർണമല്ലെന്ന്. വർത്തമാനകാലത്തിൽ ജീവിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ കരുത്ത് അത് നമുക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകുന്നു എന്നതാണ്. മുമ്പ് കണ്ണിൽപ്പെടാതിരുന്ന പല കൊച്ചു കാര്യങ്ങളും ഇപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കും. കണ്ണിൽ നിന്ന് മൂടൽമഞ്ഞ് മാഞ്ഞതുപോലെ ഒരു തെളിച്ചം. ഓരോ നിസ്സാര കാര്യത്തിലും ഒരു ആഴമുണ്ടെന്നും ഓരോ നിമിഷത്തിലും ഒരു കഥയുണ്ടെന്നും ഓരോ ശ്വാസത്തിലും ഒരു അർത്ഥമുണ്ടെന്നും നമുക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ഇന്നലത്തെ ആ പഴയ മനുഷ്യനായിരിക്കില്ല ഇപ്പോൾ. നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ഉണർവ് ജനിക്കും. ഈ അവബോധത്തോടെ ജീവിക്കുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ തളരില്ല. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തും. മറ്റുള്ളവരെ പഴിചാരാതെ സാഹചര്യങ്ങളെ അതെങ്ങനെയാണോ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ നിങ്ങൾ പഠിക്കും. ഈ സ്വീകാര്യത നിങ്ങളെ ഉള്ളിൽ നിന്ന് സ്വതന്ത്രനാക്കും. ഒന്നിനോടും എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഉള്ളിലൊരു യുദ്ധമാണ് നടക്കുന്നത്. എന്നാൽ സാഹചര്യങ്ങളെ അംഗീകരിക്കുമ്പോൾ ആ യുദ്ധം അവസാനിക്കുകയും ആ സ്ഥാനത്ത് വലിയൊരു സമാധാനം വരികയും ചെയ്യും. കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവർ ഇന്നിലാണ് ജീവിക്കുന്നത്. കളിക്കുമ്പോൾ അവർ ആ കളിയിൽ മാത്രമായിരിക്കും. കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മാത്രമായിരിക്കും. അവർക്ക് കഴിഞ്ഞ കാലത്തെ ഓർത്ത് ദുഃഖമില്ല, നാളെയെക്കുറിച്ച് പേടിയുമില്ല. അതുകൊണ്ടാണ് അവർ എപ്പോഴും ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും. നമ്മൾ വളരുന്തോറും കൂടെ കൂട്ടുന്നത് കുറെ ആകുലതകളും പ്രതീക്ഷകളും മാത്രമാണ്. എന്നാൽ ആ കുട്ടിക്കാലത്തെ ലാളിത്യത്തിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ നിറം തന്നെ മാറും. വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമല്ല. അതൊരു ലളിതമായ ശീലമാണ്. എല്ലാ ദിവസവും അല്പനേരം ഒന്ന് നിശബ്ദമായിരിക്കുക,
സ്വന്തം ശ്വാസം ശ്രദ്ധിക്കുക, ചുറ്റുമുള്ള പ്രകൃതിയെ നോക്കി നിൽക്കുക. ഇത് ഓരോ ദിവസവും ആവർത്തിക്കുമ്പോൾ മനസ്സ് തനിയെ ഈ നിമിഷത്തിലേക്ക് പാകപ്പെടും. രാവിലെ ഉണരുമ്പോൾ അല്പനേരം ശാന്തമായി ഇരിക്കുക. തിരക്കുകളില്ലാതെ വായു ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും അനുഭവിച്ചറിയുക. നടക്കുമ്പോൾ ചുറ്റുമുള്ള മരങ്ങളും പക്ഷികളും ആകാശവും വെയിലുമെല്ലാം ശ്രദ്ധിക്കുക. ഒരാളോട് സംസാരിക്കുമ്പോൾ ഫോണിലോ മറ്റോ ശ്രദ്ധിക്കാതെ ആ വ്യക്തിയോട് മാത്രമായി സംവദിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ഉരുളയുടെയും രുചി ആസ്വദിക്കുക. സാവധാനം നിങ്ങളുടെ മനസ്സ് ഈ നിമിഷത്തിലേക്ക് മടങ്ങിയെത്തും. ഇതൊരു ഹിമാലയൻ ടാസ്കല്ല, ഒരു ശീലം മാത്രമാണ്. നമ്മൾ മറ്റു പല ശീലങ്ങളും വളർത്തിയെടുക്കുന്നതുപോലെ ഇതും നമുക്ക് വശമാക്കാം. ഈ ശീലം ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. മനസ്സ് വർത്തമാനകാലത്തായിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്കും ആഴം കൂടും. നിങ്ങൾ പ്രിയപ്പെട്ട ഒരാൾക്കൊപ്പമിരിക്കുമ്പോൾ അവരെ പൂർണ്ണമായി ശ്രദ്ധിച്ചാൽ അവർക്കും അത് അനുഭവപ്പെടും. ഇത് സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കും. എന്നാൽ മനസ്സ് മറ്റെവിടെയോ ആണെങ്കിൽ ബന്ധങ്ങൾ പൊള്ളയായി മാറും. അതുകൊണ്ട് ഇന്നിൽ ജീവിക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും നല്ലതാണ്. ഇന്നിൽ ജീവിക്കുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളെയും സ്വാധീനിക്കും. പേടിയോ കുറ്റബോധമോ ഇല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടുതൽ കൃത്യമായിരിക്കും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഉള്ളിലെ പിരിമുറുക്കവും അസ്വസ്ഥതയും കുറയും. കാലിലെ ചങ്ങല പൊട്ടിച്ചതുപോലെ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഒരു പാട്ട് കേൾക്കുമ്പോൾ മറ്റെല്ലാം മറന്നുപോകാറില്ലേ? അതുപോലെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും മുഴുകാൻ കഴിഞ്ഞാൽ സമയത്തിന്റെ ഗതി പോലും നമ്മൾ അറിയുകയില്ല. ഈ അവസ്ഥ നൽകുന്ന ശാന്തത മറ്റൊരു സമ്പത്തിനോ പദവിക്കോ നൽകാൻ കഴിയില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ഇന്നിൽ ജീവിക്കുന്ന ഒരാൾക്ക് അത് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. വർത്തമാനകാലത്ത് നിൽക്കുന്ന ഒരാൾക്ക് ആ വെല്ലുവിളിയെ നേരിടാൻ പ്രത്യേക കരുത്തുണ്ടാകും. കാരണം അയാൾക്ക് ആ പരീക്ഷണത്തെ വ്യക്തമായി കാണാൻ കഴിയും. പ്രശ്നങ്ങളെല്ലാം നമ്മുടെ പുറത്തല്ല, മറിച്ച് നമ്മുടെ ചിന്തകളിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഭൂതകാലത്തിന്റെയോ ഭാവിയുടെയോ കണ്ണടയിലൂടെ നോക്കുമ്പോൾ പ്രശ്നങ്ങൾ വലുതായി തോന്നും. എന്നാൽ വർത്തമാനത്തിൽ നോക്കുമ്പോൾ അവ ലളിതമായി മാറും. ജീവിതം ഒരു പുഴ പോലെയാണ്. ഒഴുക്കിനൊപ്പം നീന്തുമ്പോൾ എല്ലാം എളുപ്പമായിരിക്കും. ഒഴുക്കിനെതിരെ പോകുമ്പോഴാണ് വേദനയും ക്ഷീണവും ഉണ്ടാകുന്നത്. ഇന്ന് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നത് ആ ഒഴുക്കിനൊപ്പം പോകുന്നതുപോലെയാണ്. ഏറ്റവും വലിയ സമ്മാനം ഈ നിമിഷമാണെന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൽ മധുരം നിറയും. ഇന്നിൽ ജീവിക്കുന്ന ഒരാളെയും ഒരു സാഹചര്യത്തിനും തകർക്കാൻ കഴിയില്ല. കാരണം തന്റെ കരുത്ത് സാഹചര്യങ്ങളിലല്ല, മറിച്ച് തന്റെ ഉള്ളിലാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. ഈ അറിവാണ് ഒരാളെ യഥാർത്ഥത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് കൈവിട്ടു പോകുമ്പോഴെല്ലാം ശാന്തമായി സ്വയം പറയുക, ഇപ്പോൾ ഇവിടെ. മെല്ലെ ഈ നിമിഷത്തിലേക്ക് മടങ്ങിവരിക. ഇതൊരു സാധനയാണ്. ഇതുതന്നെയാണ് ജീവിതവും. ഇന്നിൽ ജീവിക്കുന്നത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെപ്പോഴും കഴിഞ്ഞ കാലത്തോ ഭാവിയിലോ ഉഴലുകയാണെങ്കിൽ ശരീരത്തിൽ പിരിമുറുക്കം കൂടുകയും അത് അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് ശാസ്ത്രം പോലും പറയുന്നു. എന്നാൽ വർത്തമാനകാലത്ത് ജീവിക്കുമ്പോൾ സമാധാനം കൂടുകയും ഉറക്കം മെച്ചപ്പെടുകയും ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു. ഓരോ കാര്യത്തെയും ഈ നിമിഷത്തിൽ നേരിടാൻ കഴിയുമെന്ന തിരിച്ചറിവ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇതൊരു മതത്തിന്റെയോ ജാതിയുടെയോ കാര്യമല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്. ഇത് കഠിനമായ ഒന്നല്ല, ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പവഴിയാണ്. ഈ അറിവ് നിങ്ങളുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. നിങ്ങളുടെ മനസ്സ് ശാന്തമാകും, നിങ്ങളുടെ നടത്തം ലഘുവാകും, മുഖത്ത് പുഞ്ചിരി വിരിയും. ഈ യാത്രയുടെ സാരവും ഇതുതന്നെയാണ്. ഇന്ന് ഈ നിമിഷം ഞാൻ ജീവിക്കാൻ പഠിക്കട്ടെ. ഓരോ ദിവസവും നമ്മൾ ഉണരുന്നത് ചിന്തകളുടെ ഒരു വലിയ ഭാരവുമായാണ്. ലോകത്തിന്റെ തിരക്കുകൾക്കും ആകുലതകൾക്കുമിടയിൽ എവിടെയോ വെച്ച് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. നമ്മുടെ ശീലങ്ങളും ആശങ്കകളും നമ്മളെ പൂർണ്ണമായും കീഴടക്കി എന്നതാണ് സത്യം. എന്നാൽ പഴകിപ്പോയ ആ ചിന്താഗതികളിൽ നിന്ന് ഒന്നുണർന്നു നോക്കൂ. ഓരോ ദിവസവും വർത്തമാനകാലത്തിന്റെ തനിമയിലേക്ക് മടങ്ങാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ നമുക്കുള്ളിൽ പുതിയൊരു ലോകം വിരിയുന്നത് കാണാം. അതുവരെ വെറും സാധാരണമായി തോന്നിയിരുന്ന പ്രഭാതങ്ങൾക്ക് ഒരു കവിതയുടെ ചന്തം കൈവരുന്നത് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും. പുലർവെയിൽ വെറുമൊരു ചൂടല്ല, മറിച്ച് പ്രപഞ്ചം നൽകുന്ന വലിയൊരു അനുഗ്രഹമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നാം ദിവസവും കാണുന്ന ആ പഴയ വഴികളും മരങ്ങളും ആകാശവുമെല്ലാം പുത്തൻ കാഴ്ചകളായി മാറും. കാരണം നാം അവയെ വെറുതെ നോക്കുകയല്ല, മറിച്ച് ആഴത്തിൽ അനുഭവിച്ചറിയുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിന്റെ ശരിക്കുള്ള മാറ്റം തുടങ്ങുന്നത് ഈയൊരു തിരിച്ചറിവിൽ നിന്നാണ്. ഈ നിമിഷത്തിൽ മാത്രം ജീവിക്കാൻ ഒരാൾ പഠിക്കുമ്പോൾ വാക്കുകൾക്കപ്പുറത്തുള്ള ഗഹനമായ ഒരു ശാന്തി ഉള്ളിലേക്ക് ഇറങ്ങിവരും. പുറത്തുള്ള ഒന്നിനെയും ആശ്രയിച്ചല്ല ഈ സമാധാനം ഇരിക്കുന്നത്, അതെപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. കടന്നുപോയ കാലത്തിന്റെ ഭാരമില്ലാതെയും വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള പേടിയില്ലാതെയും ഈ നിമിഷത്തെ പൂർണ്ണമായി സ്വീകരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത്. കഴിഞ്ഞുപോയത് വെറുമൊരു നിഴൽ മാത്രമാണ്, വരാനിരിക്കുന്നത് കേവലം സങ്കല്പവും.
നിങ്ങളുടെ കൈവശമുള്ള യഥാർത്ഥ സമ്പാദ്യം ഈ നിമിഷം മാത്രമാണ്. അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും സ്വയം ഒന്ന് ഉറപ്പിക്കുക, ഇന്നത്തെ ഈ ദിവസത്തെ ഞാൻ വെറുതെ തള്ളിനീക്കില്ല, മറിച്ച് പൂർണ്ണമായി ജീവിക്കും. എന്ത് സംഭവിച്ചാലും ആ നിമിഷത്തിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക. ഇങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ ജീവിതം നിങ്ങൾ കരുതിയതിലും എത്രയോ മനോഹരമാണെന്ന് ബോധ്യപ്പെടും. ആ സൗന്ദര്യം അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ മറ്റെവിടെയോ ആയതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ലെന്നു മാത്രം. ഇപ്പോൾ നിങ്ങളത് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ജീവിതം അതിന്റെ യഥാർത്ഥ വർണ്ണങ്ങളിൽ വിടരുകയാണ്. ഇന്നിൽ ജീവിക്കുക എന്നതാണ് ജീവിതത്തിന്റെ മഹത്തായ കല. പതിയെ പതിയെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് നിങ്ങൾ സ്വയം അറിയും. ആകുലതകൾ കുറയുകയും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തകളുടെ അടിമയല്ല, മറിച്ച് ചിന്തകളെ വെറുമൊരു സാക്ഷിയായി നോക്കിക്കാണുന്ന ഒരാളായി മാറും. അതീതകാലത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരാൾ എപ്പോഴും തളർന്നിരിക്കും. കാരണം മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾക്കായി അയാൾ ഊർജം പാഴാക്കുകയാണ്. ഭാവിയിൽ മാത്രം ജീവിക്കുന്നവനാകട്ടെ എപ്പോഴും അസ്വസ്ഥനായിരിക്കും. എന്നാൽ ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം വളരെയധികം ശക്തമായി മാറുന്നു. ഒരു ചിത്രകാരൻ തന്റെ ചിത്രം വരയ്ക്കുമ്പോഴോ ഒരു സംഗീതജ്ഞൻ ഈണം ചിട്ടപ്പെടുത്തുമ്പോഴോ അവർ പൂർണ്ണമായും ആ നിമിഷത്തിലാണ് ലയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ സൃഷ്ടികളിൽ ഒരു മാന്ത്രികത അനുഭവപ്പെടുന്നത്. വർത്തമാനകാലത്തിൽ ജീവിക്കുന്നത് വെറുമൊരു ആശയമല്ല, അതൊരു നിരന്തരമായ പരിശീലനമാണ്. മനസ്സ് പുറകോട്ടു പോകുമ്പോൾ അതിനെ സ്നേഹത്തോടെ ഈ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. പലപ്പോഴും നമ്മുടെ സങ്കടങ്ങൾക്ക് കാരണം പുറത്തുള്ള സാഹചര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ തന്നെ ചിന്തകളാണ്. ഒരു സംഭവം നടന്നാൽ നമ്മളത് വീണ്ടും വീണ്ടും ആലോചിച്ച് അതിനു ചുറ്റും ഓരോ കഥകൾ നെയ്തെടുക്കും. ആ സങ്കല്പങ്ങളാണ് നമ്മെ വേദനിപ്പിക്കുന്നത്. എന്നാൽ വർത്തമാനത്തിൽ ജീവിക്കുമ്പോൾ അത്തരം വേണ്ടാത്ത ചിന്തകൾ തനിയെ ഇല്ലാതാകുന്നു. ആകാശത്ത് മേഘങ്ങൾ വന്നു പോകുന്നതുപോലെയാണ് ചിന്തകൾ എന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ ആ വിശാലമായ ആകാശമാണ്, അല്ലാതെ മാറിമറയുന്ന മേഘങ്ങളല്ല. ഈ അറിവ് നിങ്ങളെ എല്ലാ ഭയങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കും. മറ്റുള്ളവരുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങളിലും ഈ മാറ്റം പ്രകടമാകും. ഒന്നും പ്രതീക്ഷിക്കാതെ ഈ നിമിഷത്തെ ഹൃദയം കൊണ്ട് പങ്കുവയ്ക്കുന്ന ആഴമുള്ള ബന്ധങ്ങൾ അവിടെ ഉടലെടുക്കും. ഭാവിയിലേക്ക് പദ്ധതികൾ ഇടരുത് എന്നല്ല ഇതിനർത്ഥം. നിങ്ങൾ പ്ലാനുകൾ ഇടുക, പക്ഷെ അതിന്റെ അടിമയാകരുത്. നിങ്ങളുടെ സമാധാനം കളഞ്ഞുകൊണ്ട് അതിൽ മുഴുകിപ്പോകരുത്. ദേഷ്യമോ വിഷമമോ വരുമ്പോൾ അതിനെ തിരിച്ചറിയുക. അതിൽ ഒലിച്ചുപോകാതെ ഒരു സാക്ഷിയായി നോക്കി നിൽക്കുക. അപ്പോൾ അവ താനേ മാഞ്ഞു പോകുന്നത് കാണാം. വർത്തമാനകാലത്തിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന്റെ യഥാർത്ഥ ഉടമയായി മാറും. ഓരോ പ്രഭാതവും ഒരു ഭാരവുമില്ലാതെ ജീവിച്ചു തുടങ്ങൂ. ഇടയ്ക്ക് മനസ്സ് വഴിതെറ്റിയേക്കാം, സാരമില്ല, പതിയെ അതിനെ തിരികെ കൊണ്ടുവരിക. ഇത് നിങ്ങളുടെ യാത്രയാണ്. ഓരോ നിമിഷവും ഓരോ പുതിയ തുടക്കമാണ്.